കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഈ ഒരു രാത്രി കഴിഞ്ഞ ഇനി ഒരിക്കലും കൺമണി എന്റെ മുന്നിലേക്ക് വരരുത്. അങ്ങനെ തിരിച്ചു വന്ന് എന്റെ ശ്രീലക്ഷ്മിയെ എന്നെ ഓർമ്മിപ്പിക്കരുത്. ശ്രീലക്ഷ്മിയെ ഞാൻ അവസാനമായിട്ട് കണ്ടത് ഓർക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. എങ്കിലും കൺമണിയുടെ ഈ മുഖം എന്നും എന്റെ മനസ്സിലുണ്ടാവും. എന്റെ ശ്രീലക്ഷ്മി ജീവനോടെ ഉണ്ടെന്ന് എനിക്ക് വിശ്വസിക്കാൻ ശ്രീലക്ഷ്മിയുടെ അത്രയും എന്നെ സ്വാധീനിച്ച ഈ കൺമണിക്ക് സാധിക്കും. ഇനിയും അധിക നേരം ഈ മുഖത്ത് നോക്കി ഞാനെടുത്ത തീരുമാനമായി എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് ചെയ്തു പോയതിനൊക്കെ ഞാൻ മാപ്പ് ചോദിക്കാം. പെട്ടെന്നുള്ള തോന്നൽ ഞാൻ അതെല്ലാം മറന്ന് തന്നോട് എങ്ങോട്ടും പോകണ്ടെന്ന് പറഞ്ഞു പോകും. ഗുഡ് നൈറ്റ്. യമുന, ദാമേ, ശ്രീലക്ഷ്മി ഇതുവരെ താഴേക്ക് വന്നില്ലേ? ഇന്ന് രാവിലെ ഞാനും കണ്ടില്ലമ്മേ. സാധാരണ അടുക്കളയിലേക്ക് വരുന്നതാ. നീ റൂമിൽ ചെന്ന് നോക്കിക്കേ. ഇനി ചിലപ്പോ വീണ്ടും കിടന്ന് ഉറങ്ങിയിട്ടുണ്ടാവും. ശരിയമ്മേ. മാഡം, ശ്രീലക്ഷ്മി മാഡം. രേഖ മാഡം,
രേഖ മേഡം. എന്താ മാഡം, ശ്രീലക്ഷ്മി മാഡത്തിനെ ഇവിടെങ്ങും കാണുന്നില്ല. ഇവിടെങ്ങാനും വന്നോന്നറിയാൻ. പിന്നെ എന്റെ കൂടെയല്ലേ അവള് കിടക്കുന്നെ. അവിടെ എങ്ങാനും പോയി നോക്ക്. ആരാടി? എന്തുവാ? ആ ശ്രീലക്ഷ്മിയെ കാണാനില്ലെന്ന്. കാണാനില്ലേ? അവളിത് എങ്ങോട്ട് പോയി? എനിക്കെങ്ങനെ അറിയാം? ഇനി അവള് നീലഹസ്തിയിലേക്ക് തിരിച്ചു പോയതായിരിക്കോ? ആ, എനിക്കതൊന്നും അറിയില്ല. ഞാൻ കുറച്ചുകൂടെ ഒന്ന് ഉറങ്ങട്ടെ. നീ നിക്ക്. ഇനി സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റുമോ ഇല്ലയോ എന്ന് തീർച്ചപ്പെടുത്തിയിട്ട് ഉറങ്ങിയാ മതി നീ. ഇന്നലത്തെ നമ്മുടെ പൊടിക്കൈ ഏറ്റിട്ടുണ്ട്. എന്താ യമുനെ? ഇല്ലമ്മേ. നീ താഴേക്ക് ചെല്ല്, എന്നിട്ട് പുറത്തൊക്കെ നോക്ക്. ശരിയമ്മേ. രവി, രവി മോനെ. എന്താ അമ്മേ? ശ്രീലക്ഷ്മി എവിടെ? ഞാൻ കണ്ടില്ലമ്മേ. താഴേക്ക് വന്നില്ലേ? രാവിലെ മുതൽ ശ്രീലക്ഷ്മിയെ കാണുന്നില്ല. നാളെ രാവിലെ കൺമണിക്ക് പോവാം. നാളെ കഴിഞ്ഞ് ചേച്ചിയുടെ ഓപ്പറേഷന് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഓപ്പറേഷൻ കഴിഞ്ഞ കൺമണിക്കും ചേച്ചിക്കും അനിയനും ജീവിക്കാനുള്ളത് കൺമണിയുടെ പേരിൽ ബാങ്കിൽ ഇട്ടിട്ടുണ്ട്. അവൾ എവിടേക്കെങ്കിലും പോകുന്ന കാര്യം നിന്നോട് പറഞ്ഞിരുന്നോ? ഇല്ലമ്മേ. ഇന്നലെ നിങ്ങൾ തമ്മിൽ വഴക്ക് വല്ലതും ഉണ്ടായോ? എവിടേക്കെങ്കിലും പോയാ ഒന്ന് പറഞ്ഞിട്ട് പോകായിരുന്നില്ലേ? വെറുതെ മനുഷ്യനെ വിഷമിപ്പിക്കാൻ. അവൻ ടെൻഷൻ ആവണ്ട. ശ്രീലക്ഷ്മി ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണും. ഞാൻ ഒന്നുകൂടെ ഒന്ന് നോക്കട്ടെ. നീ വേഗം താഴേക്ക് വാ. അപ്പോൾ അവള് പോയി. ഞാൻ ഇന്നലെ അങ്ങനെ പറഞ്ഞതുകൊണ്ട് യാത്ര പോലും പറയാതെ ഇവിടുന്ന് പോയിട്ടുണ്ടാവും. പോട്ടെ. അവൾ പോയ സ്ഥിതിക്ക് സംഭവിച്ച കാര്യങ്ങളെല്ലാം ഇനിയും അമ്മയോട് മറച്ചു വെച്ചിട്ട് കാര്യമില്ല. ഉള്ള സത്യം പറഞ്ഞ് അമ്മയോടും മറ്റുള്ളവരോടും മാപ്പ് പറയണം. എങ്കിലേ എനിക്ക് സമാധാനം കിട്ടും. ഈ കുറ്റബോധത്തിൽ നിന്ന് മോചനം കിട്ടും. അമ്മേ, സാന്ദ്രമോളോ? മോളെന്താ രാവിലെ? ഒന്നുമില്ലമ്മേ, ഞാൻ വെറുതെ. അമ്മേ, ഞാനിവിടെ എല്ലായിടത്തും നോക്കി. ശ്രീലക്ഷ്മി മാഡത്തെ കാണുന്നില്ല. അവളിതെവിടെ പോയി? എന്താ അമ്മേ? ശ്രീലക്ഷ്മി എവിടെ പോയി? അറിയില്ല മോളെ. രാവിലെ മുതൽ നോക്കുക,
ഈ വീട്ടിൽ ഇനി നോക്കാൻ ഒരു സ്ഥലവും ഇല്ല. എവിടെ പോയതാണോ ആവോ? മോളിരിക്കെ, ഞാൻ ചായ എടുക്കാൻ പറയാം. ആ അമ്മേ, ഇനി ഇവളെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത് എന്തിനാണാവോ? അമ്മേ, എനിക്കൊരു കാര്യം അമ്മയോട് പറയാനുണ്ട്. എന്താ മോളെ? പറയാനുള്ളത് ശ്രീലക്ഷ്മിയെ കുറിച്ചാ. ശ്രീലക്ഷ്മിയെ കുറിച്ചോ? എന്ത് കാര്യം? മോളെ, നീ എന്താന്ന് വെച്ചാ പറ. ശ്രീലക്ഷ്മിയെ കണ്ടോ വരുന്ന വഴിയില്? അതല്ലമ്മേ, എന്റെ ഒരു സംശയമാണ്. ഇപ്പോ ഉള്ള ശ്രീലക്ഷ്മി, അതായത് ഇപ്പോ ഇവിടെയുള്ള ശ്രീലക്ഷ്മി ശരിക്കും അമ്മേ, എന്താ മോനെ? അവളെ വിളിച്ചോ? എവിടെ പോയതാ? ഫോൺ റൂമിലിരിക്കെ കൊണ്ടുപോയിട്ടില്ല. അമ്മേ, അമ്മയോട് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഒരു മിനിറ്റ്. സാന്ദ്ര പറയാൻ വന്നത് പറ. എന്താ സാന്ദ്രയുടെ സംശയം? ഇല്ല, സാർ എന്തോ പറയണോന്ന് പറഞ്ഞില്ലേ, ഞാൻ പിന്നീട് പറയാം. എന്താ രവി? അമ്മേ, അത് എങ്ങനെ അമ്മയോട് പറയണമെന്ന് എനിക്കറിയില്ല. ഇനിയും ഞാനത് പറയാതിരുന്ന ശരിയാവില്ല. അമ്മ എല്ലാത്തിനും എന്നോട് ക്ഷമിക്കണം. ക്ഷമിക്കാനോ? നീ എന്തൊക്കെയായി പറയുന്നത്? ക്ഷമ ചോദിക്കാൻ മാത്രം എന്ത് തെറ്റാ മോൻ ചെയ്തത്? അത് അമ്മ, ശ്രീലക്ഷ്മി ശ്രീലക്ഷ്മി അമ്മേ, മോളെ, മോള് രാവിലെ ഇത് എങ്ങോട്ട് പോയി? അമ്പലത്തിലേക്കൊന്ന് പോയതാമേ. ഞാൻ തിരികെ വന്നിട്ട് ഒരു ദിവസം സാറിന്റെ കൂടെ അമ്പലത്തിൽ പോയി എന്നല്ലാതെ പിന്നീട് പോകാൻ പറ്റിയില്ല. അപ്പോ ഇന്ന് പോവാന്ന് കരുതി. ഇന്നെന്താ വിശേഷിച്ച്? വിശേഷമൊന്നുമില്ല അമ്മ, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് തോന്നി. എന്റെ ഭർത്താവിനും അമ്മയ്ക്കും എല്ലാവർക്കും വേണ്ടി മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിച്ചു. മോനെ, നീ എന്താ പറയാൻ വന്നത്? ഏയ്, ഒന്നുമില്ലമ്മേ. മോള് നിക്ക.
ഇപ്പൊ എന്തായി? പട്ടി ചന്തയ്ക്ക് പോയിന്ന് പറഞ്ഞ പോലെ പോയവര് തിരിച്ചു വന്നില്ലേ? ഉറക്കപ്പായിന്ന് സന്തോഷ വാർത്ത കേട്ടോന്നും പറഞ്ഞു മനുഷ്യന്റെ ഉള്ള ഉറക്കവും കളഞ്ഞു. എനിക്ക് അതിശയം അതല്ല, ഒരു രാത്രി കൊണ്ട് ഇങ്ങനെ മാറാൻ അവൾക്ക് എങ്ങനെ സാധിച്ചു എന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ഇന്നലെ രാത്രിയും അവളുടെ തള്ളേ പിള്ളേന്നുള്ള നീലഹസ്തി വർത്താനമായിരുന്നു. ഇന്നത് പഴയ ശ്രീലക്ഷ്മിയെ പോലെ നിന്ന് സംസാരിക്കുന്നു. ഇതെങ്ങനെ സാധിക്കുന്നു? ഞാനും അത് തന്നെ ആലോചിക്കുന്നേ. ഇവൾക്ക് ഇത്ര പെട്ടെന്ന് എന്തു പറ്റി? ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവള് മാറി, അടിമുടി മാറി. ഇപ്പൊ ഒറിജിനലിനെ വെല്ലുന്ന ശ്രീലക്ഷ്മിയെ അവള് മാറിക്കഴിഞ്ഞു. ഇനിയും ചെന്നിട്ട് അവള് വർമ്മൻ വില്ലയിലെ ശ്രീലക്ഷ്മിയല്ല നീലഹസ്തിയിലെ കണ്ണമ്മയാണെന്ന് പറഞ്ഞാലേ എനിക്കും അമ്മയ്ക്കും വട്ടുണ്ടോന്ന് മദറല്ലോ സംശയിക്കും. ആ സംശയം എല്ലാരും കൂടി ഊട്ടി ഉറപ്പിക്കുകയും ചെയ്യും. അമ്മ ഇക്കാര്യത്തിൽ കൂടുതൽ ആലോചിക്കേണ്ട കാര്യമില്ല. സംഭവം വളരെ സിമ്പിളാ. ഇതൊരു ഏണി പാമ്പും കളിയാ. പണി പാളുമെന്നായപ്പോ അവളൊരു ചുവട് മുന്നോട്ട് വെച്ച് ഒരു ഏണി വഴി എളുപ്പത്തിലങ്ങ് മുകളിലെത്തി. നമ്മളോ പേടിച്ച് പേടിച്ച് ഓരോ ചുവടും എടുത്ത് വെച്ച് വെച്ച് പാമ്പ് വിഴുങ്ങി നേരെ താഴേക്ക് വരികയും ചെയ്തു. ഇപ്പൊ സാദൃശ്യം കൊണ്ടും തേനൊലിപ്പിക്കുന്ന വർത്തമാനം കൊണ്ടും ആൾബലം കൊണ്ടും ഭൂരിപക്ഷം അവൾക്കായ സ്ഥിതിക്ക് അവളുടെ കളി ഇനി എന്താണെന്നും എങ്ങനെയാണെന്നും വെറും കാഴ്ചക്കാരെ പോലെ നോക്കി നിൽക്കാനേ നമുക്ക് കഴിയൂ. ഇതോടെ ഒരു കാര്യം തീർച്ചയായി, ചെയ്യുന്ന വേഷം ഗംഭീരമാക്കാൻ അവൾ ഏതറ്റം വരെയും പോകുന്നുറപ്പായി. അവൾക്കത് ഈസി ആയിട്ട് സാധിക്കുന്നു, നമ്മളെ കൊണ്ടത് സാധിക്കുന്നുമില്ല. അങ്ങനെ എല്ലാം കണ്ട ഒരു മൂലയിൽ ഒതുങ്ങിക്കൂടാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അവൾ ശ്രീലക്ഷ്മി അല്ല എന്നുള്ള കാര്യം എനിക്ക് നിനക്കും തീർച്ചയാ. ആ തീർച്ചപ്പെടുത്തൽ ഇവിടെ ഓരോരുത്തരിലും ഉണ്ടാക്കണം. ഒരർത്ഥത്തിൽ ഇപ്പോഴുള്ള അവളുടെ ഈ മാറ്റം നല്ലതിനാ. പക്ഷെ അവൾക്കല്ല, നമുക്ക് നല്ലതിനാണ്. പഴയ ശ്രീലക്ഷ്മിയിലേക്കുള്ള അവളുടെ പരകായ പ്രവേശം നമുക്ക് ഗുണമേ ഉണ്ടാക്കൂ. അമ്മ ഉദ്ദേശിക്കുന്ന ഗുണം കിട്ടാൻ സാധ്യത വളരെ കുറവാ. കാരണം പുറംചട്ടയിലേ ഉള്ളൂ ശ്രീലക്ഷ്മി. ഉള്ളില് കണ്ണമ്മ എന്ന ആരെയും വകവയ്ക്കാത്ത ഒരുത്തി ഒളിഞ്ഞിരിപ്പുണ്ട്. അമ്മ മറന്നില്ലല്ലോ ഒന്നും. പറയണം. സമയം കിട്ടുമ്പോഴൊക്കെ നീ അത് എന്നോട് പറയണം. എങ്കിലേ എന്റെ പക എനിക്ക് ആളി കത്തിക്കാൻ പറ്റൂ. എന്റെ കവിളത്ത് അവളുടെ വിരലുകൾ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 10 അവളുടെ ദേഹത്തും പതിപ്പിക്കും ഈ രാജലക്ഷ്മി. അവളിപ്പോ ഈ വേഷം കെട്ടി ഇവിടേക്ക് തിരിച്ചു വന്നത് അതിനുള്ള അവസരത്തിന് വേണ്ടി മാത്രമാണ്. നീ നോക്കിക്കോ എന്താ ഇനി വർമ്മൻ വില്ലയിൽ നടക്കാൻ പോകുന്നതെന്ന്. ഒന്നുമല്ലെങ്കിലും അവളേക്കാൾ കുറച്ച് ഓണം കൂടുതലുണ്ടതല്ലേ ഞാൻ. അതിനുള്ള ബുദ്ധിയെങ്കിലും ഞാൻ കാണിക്കണ്ടേ? കാണിച്ചിരിക്കും. സാൻഡ്ര, നേരത്തെ കണ്ടപ്പോ ചോദിക്കാൻ വിട്ടുപോയി. സാൻഡ്ര എന്താ രാവിലെ? അല്ല, എന്തെങ്കിലും ഒഫീഷ്യൽ കാര്യത്തിൽ വന്നാണോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതേ ഉള്ളൂ. അല്ല സർ, ഞാൻ അമ്മയൊന്ന് കാണാനായിട്ട്. സാൻഡ്രയ്ക്ക് എന്തോ കുറച്ച് സംശയങ്ങൾ ക്ലിയർ ചെയ്യാനുണ്ടെന്ന് രാജാറാം പറഞ്ഞു. കുറച്ചു മുമ്പ് അമ്മയും ചോദിക്കുന്നത് കേട്ടു. എന്താ സാൻഡ്രയുടെ സംശയം? സർ പറഞ്ഞതൊക്കെ ശരിയാ. എനിക്ക് ചില സംശയങ്ങളുണ്ടായി. ശ്രീലക്ഷ്മിയുടെ അച്ഛൻ അതേ സംശയം പറഞ്ഞപ്പോ
എന്റെ സംശയം ഒന്നുകൂടി ഉറച്ചു. പക്ഷേ സുദർശൻ അങ്കിളിനെ അപ്പൊ തന്നെ ഞാൻ പറഞ്ഞ് കൺവിൻസ് ചെയ്തു. പക്ഷേ അത് എത്രത്തോളം വർക്കൗട്ടായിന്ന് എനിക്കിപ്പോഴും അറിയില്ല.